മാനുഷഭയം ഒരു കെണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊരു കെണിയാണ്. മാനുഷ ഭയം ഒരു കെണിയാണ്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. നിശ്ചയമായും ആ കെണിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. എന്താണ് ആ കെണി? നിങ്ങൾ മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുന്നത്, മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കൊത്തവണ്ണം അവരെ ഭയപ്പെട്ട് നിയന്ത്രിക്കപ്പെടുന്നത്, ദൈവത്തെക്കാൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത്, മനുഷ്യരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടി സത്യം മൂടി വയ്ക്കുന്നത്, മനുഷ്യർ നിങ്ങളെ തള്ളിക്കളയുമോ വിമർശിക്കുമോ എന്ന ഭയത്തിനടിമപ്പെട്ട് ജീവിക്കുന്നത് കെണിയാണ്. ദൈവത്തെക്കാൾ മനുഷ്യരെ അനുസരിക്കുന്നത് കെണിയാണ്. തിരുവചനത്തിൽ പറയുന്നു, ദൈവത്താലുള്ള മാനത്തേക്കാൾ അവർ മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിച്ചു. പലരും യേശുവിൽ വിശ്വസിച്ചു എങ്കിലും അവർ പള്ളി ഭ്രഷ്ടർ ആകാതിരിക്കേണ്ടതിന് പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടരുത്. യേശു ഇന്ന് പകൽ നിങ്ങളോട് പറയുന്ന ഹൃദയത്തെ തൊട്ട് പറയുകയാണ്, പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ടെന്ന് ദൈവം പറഞ്ഞാൽ, ദൈവം നിങ്ങളുടെ കൂടെ ഇന്ന് പകലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. അസാധാരണമായൊരു ധൈര്യം, ഒരു ബലം ഇന്ന് പകൽ നിങ്ങൾ വ്യാപരിക്കും. നിങ്ങൾ മനുഷ്യരെ ഭയപ്പെട്ടാൽ, നിങ്ങൾ ആ കുടുക്കിലകപ്പെട്ടാൽ, നിങ്ങളുടെ മനുഷ്യൻ കുടുങ്ങിപ്പോകും. ആത്മീകമായി പ്രവർത്തിക്കുവാൻ കഴിയാതെ, ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ നിങ്ങളുടെ മനുഷ്യൻ കുടുങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കെണിയിലകപ്പെട്ടാൽ നിങ്ങൾക്ക് സത്യം പ്രസ്താവിക്കാൻ കഴിയാതെ വന്നേക്കാം, ഉറച്ചു നിൽക്കാൻ കഴിയാതെ വന്നേക്കാം. നിങ്ങളുടെ സമാധാനവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങിയാൽ, ദൈവമാണ് നിങ്ങളെ വിളിച്ചത്, ദൈവമാണ് നിങ്ങളെ സ്നേഹിച്ചത്, ദൈവമാണ് നിങ്ങളെ നിയമിച്ചത്, ദൈവമാണ് നിങ്ങൾക്കൊരു ശുശ്രൂഷ തന്നത്, ദൈവമാണ് നിങ്ങൾക്കൊരു മാന്യത തന്നത്, ദൈവമാണ് നിങ്ങൾക്ക് ഉയർച്ച തന്നത്. ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. നിങ്ങൾ മനുഷ്യരെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിക്കാതിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്താലുള്ള മാനമാണ് ഏറ്റവും വലിയ മാനം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ നടത്തുന്നതും നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതും നിങ്ങളെ ഉയർത്തുന്നതും മാനിക്കുന്നതും മനുഷ്യരല്ല, ദൈവമാണെന്നറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുക. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടത് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു അസാധാരണ ധൈര്യം ഉണ്ടാകും, നിങ്ങൾക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകും, നിങ്ങൾക്ക് ആത്മീക സ്വാതന്ത്ര്യം ഉണ്ടാകും. നിങ്ങളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളുടെ മേലൊരു അധികാരവും ഉണ്ടാകും. അതുകൊണ്ട് ഇത് പകൽക്കാലം
നിങ്ങൾ ദൈവത്തെ മുൻപിൽ വയ്ക്കുക. ദൈവഭക്തൻ പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവനെൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. നിങ്ങൾ കുലുങ്ങിപ്പോകില്ല, നിങ്ങൾ ഉറച്ചു നിൽക്കും. കാരണം നിങ്ങൾ ദൈവത്തെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ ഭയപ്പെടരുത്. അതൊരു കെണിയാണ്. ആ കുടുക്കിൽ നിന്ന് പുറത്തു വരുവാൻ ഇന്ന് പകൽ ദൈവ ആലോചന പറയുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമാണ് നിങ്ങളെ നടത്തുന്നതെന്ന് നിങ്ങൾ അറിയുക. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൽ നിന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിക്കുക. ദൈവവചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.